ലക്ഷ്മി ഇതുവരെ എത്തിയില്ലേ? അവളുടെ വണ്ടി വരണേ ഉള്ളൂ. അപ്പോൾ അവൾ വരും, ഞാൻ പറയും. എവിടെയെങ്കിലും പറയൂ ചേട്ടാ. ബേസിക്കലി അവൾ എൻ്റെ ഫ്രണ്ടാണ്. അതെനിക്കറിയാമല്ലോ. അപ്പോൾ ഇത് പറയുമ്പോൾ ചിലപ്പോൾ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ നഷ്ടമാവും. അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരുമിച്ചുള്ള യാത്ര വേറെ ലെവലിൽ തുടരും. പക്ഷേ പറയുമ്പോഴുള്ള അവളുടെ റിയാക്ഷൻ, അത് ടെൻഷൻ. അതാ ഇങ്ങനെ ഓരോ ദിവസം ഞാൻ ഇങ്ങനെ തള്ളിക്കൊണ്ട് പോകണം. അത് കുഴപ്പമില്ല, എന്തായാലും നീ അത് ഇന്ന് തന്നെ പറയണം. പറയാല്ലേ? പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞു. എന്തായാലും പറയണം. ഓക്കെ. വീട്ടിൽ അടി മോളെ. ചേട്ടാ, എന്തോ ചേച്ചിമാർ അടി ഉണ്ടാക്കാൻ പോയി. എവിടെ? മെമ്പറിന്റെ വീട്ടില്. അയ്യോ ചേട്ടാ, വണ്ടി നിറങ്ങി. അതിനിത് എൻ്റെ വണ്ടിയല്ലേ? അതിനിവിടെ പ്രസക്തിയില്ല. എടാ, അപ്പൊ ലക്ഷ്മി വരുമ്പോ മെമ്പറേ, എന്ത്? ഞങ്ങൾ സെലിബ്രിറ്റികളാവുന്നപ്പോ മെമ്പർ എന്താ പറഞ്ഞേ? പഞ്ചായത്ത് ഗ്രൗണ്ടിൽ കൂടി 2 റൗണ്ട് ഓടുമെന്ന് പറഞ്ഞു. മൈൻഡ് ആക്കണ്ട. എന്റെ മെമ്പറെ, ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടി ഞാൻ ക്ഷമിച്ചു. എന്നെ കൊന്നാലും ഞാൻ ചോദിക്കും. ആര് വിട്ടാലോ? അപ്പൊ നാളെ മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം, മുറിവേറ്റ ഗർജനത്തേക്ക് അങ്ങനെ എന്തോ ആണ്. മെമ്പറെ, നാളെ ഞങ്ങളുടെ സംഭവം വരും. ആദ്യം അത് കാണ്, എന്നിട്ട് ഇറങ്ങി ഓട്. കാണാം. എന്നിട്ട് തീരുമാനിക്കും ഓടണമെന്ന്. വരുന്നുണ്ട്. എടാ മണ്ടാ, വാടാ. അതെ, ഈ നാളെ എന്താ സംഭവം? അത് വരുമ്പോ കണ്ടാ മതി. നീ വാടി. നീ കൊണ്ടുപോവാ. ആ പോടാ. ഇവനെ കാണുന്നില്ലല്ലോ. ചേട്ടാ, ഗൈസ്, നമ്മുടെ ചേച്ചിമാർക്ക് വട്ടായി. ഇനി നമുക്ക് നമ്മളെ ഉള്ളൂ. അല്ലടി, നാളെ എന്താ സംഭവം? ഒരു പിടിയില്ല ചേട്ടാ. പക്ഷെ എന്തോ വലുത് വരാനുണ്ട്. ഐ ആം വെയിറ്റിംഗ്. അയ്യോ, നീ എവിടെ? അത് ചേട്ടാ, സംഭവം എന്താ അറിയോ? അത് നാളെ ഭയങ്കര സംഭവമാണ്. നാളെ എന്തോന്ന്? ഇപ്പൊ ഇയാൾക്ക് എന്ത് പറയും? ചേട്ടാ, നാളെ മൾട്ടിവേഴ്സ് കത്തിക്കൽ. കത്തിക്കല? എവിടെ? എന്ന് വെച്ചാ വച്ചാ? എക്സ്ക്യൂസ് മീ. ലക്ഷ്മി അവൻ എവിടെ? അവ എന്തോ കത്തിക്കാനായിട്ട് നാളെ എന്തോന്നോ ഒരു സംഭവം വരുന്നുണ്ടെന്നോ എന്തോ പറഞ്ഞു. അപ്പൊ ഓക്കെ, ബൈ, പിന്നെ കാണാം. ചേട്ടാ, നാളെ എന്തോന്ന്? ഓ, ഇനി എവളോട് ഞാൻ എന്തോന്ന് പറയാ? എടി മോളെ, പാക്കത്താറെ പോറേ എങ്ങളുടെ ആട്ടത്തെ.